വർഷം 1998 ഇന്ത്യ, സിംബാബ്വെ, ശ്രീലങ്ക ടീമുകൾ ഭാഗമായ കൊക്കോകോള ചാമ്പ്യൻസ് കപ്പ് നടക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ആ പരാജയം സിംബാബ്വെയോടായിരുന്നു. അന്നത്തെ സിംബാബ്വെ ടീമിലെ സൂപ്പർ താരം ഹെൻറി ഒളോങ്ക എന്ന സൂപ്പർ ബോളറായിരുന്നു. മിടുക്കനായ താരം, വേഗവും താളവും എല്ലാമുള്ള ബോളർ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഹെൻറി ഒളോങ്കയ്ക്ക് ഉണ്ടായിരുന്നു. ഈ പേര് 90s കിഡ്സിന് പലർക്കും ഒരു നൊസ്റ്റാൾജിയ തന്നെയായിരിക്കും. എന്തായാലും ഹെൻറി ഒളോങ്ക അന്നത്തെ മത്സരത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിക്കറ്റ് സ്വന്തം പന്തിൽ ക്യാച്ച് എടുത്താണ് വീഴ്ത്തിയത്. ലോകം കീഴടക്കിയ സന്തോഷത്തിൽ ഹെൻറി ഒളോങ്ക ആ വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു. സച്ചിനാകട്ടെ മറുപടി ഒന്നും പറയാതെ പവലിലേക്ക് നടന്നു. 48 മണിക്കൂർ, അതായത് 2 ദിവസത്തിന് ശേഷം നടക്കുന്ന ഫൈനൽ മത്സരത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു സച്ചിൻ. ഹെൻറി ഒളോങ്ക ഒരു പാഠം പഠിപ്പിക്കണം. അതിനായി ഹെൻറി ഒളോങ്കയുടെ മുൻ മത്സരങ്ങളിലെ വീഡിയോ ഒക്കെ ഇരുന്ന് സച്ചിൻ കാണാൻ തുടങ്ങി. എന്താണ് അയാളുടെ സ്ട്രെങ്ത്, എന്താണ് അയാളുടെ വീക്ക്നസ്, ഇതെല്ലാം സച്ചിൻ പഠിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത സിംബാബ്വെ ഉയർത്തിയ താരതമ്യേന ചെറിയ ലക്ഷ്യം പിറന്ന ഇന്ത്യക്കായി സച്ചിൻ മികച്ച തുടക്കമാണ് നൽകിയത്. ഹെൻറി ഒളോങ്കയുടെ വരവിനായിട്ടായിരുന്നു സച്ചിൻ കാത്തിരുന്നത്. അദ്ദേഹം വന്നതോടെ സച്ചിൻ ബീസ്റ്റ് മോഡിലായി. ഇന്നത്തെ T20 സ്റ്റൈലിലുള്ള ബാറ്റിംഗാണ് അന്ന് സച്ചിൻ കാഴ്ചവെച്ചത്. ഹെൻറി ഒളോങ്കയ്ക്കാട്ടെ 2 ദിവസം മുമ്പ് ഞാൻ വീഴ്ത്തിയ സച്ചിൻ ഇന്ന് എന്ത് രീതിയിലുള്ള ബാറ്റിംഗാണ് കാഴ്ചവെക്കുന്നത് എന്ന രീതിയിലുള്ള ഞെട്ടല്ലായിരുന്നു. സച്ചിനാകട്ടെ ഒരു പഴുതും കൊടുക്കാതെ മനോഹരമായി കളിച്ചു. ഇന്ത്യ 10 വിക്കറ്റിനാണ് ആ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയത്. ഹെൻറി ഒളോങ്ക എന്ന അതുവരെ ഏറ്റവും മികച്ച ബോളർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട താരത്തിൻ്റെ കരിയർ നശിപ്പിച്ചത് ഈ ഒരൊറ്റ മത്സരത്തിലെ സച്ചിൻ്റെ ബാറ്റിംഗ് കൊണ്ടാണെന്ന് പറഞ്ഞാലും അതിൽ അതിശയോക്തിയൊന്നും ഉണ്ടാകില്ല.